ദീപക്ക് ചോദിക്കുക ഈ കിങ്ങിണി ആടിനെ കൊണ്ട് എന്താ ഗുണമെന്ന്. അതിൻ്റെ ഗുണങ്ങൾ പലവിധമാണ്. ഈ വീടിൻ്റെ തറ കെട്ടിയപ്പം മുതൽ അവൾ ഇവിടെ സെക്യൂരിറ്റി പണി തുടങ്ങിയതാണ്. പിന്നെ അവളുടെ ആട്ടിൻ കാഷ്ടം, യൂറിൻ, പിന്നെ മഹിയുണ്ടായപ്പം പാല്, മഹീനെ വിറ്റപ്പം കാശ്, പിന്നെയും കുട്ടികളുണ്ടായ പിന്നെയും കാശ്. കുറച്ച് ഡെഡിക്കേറ്റഡ് ആവണം, അത്രയേ ഉള്ളൂ. ഇതുകൊണ്ടൊരു കുട്ടി ഒരു പട്ടീനെയും കൊണ്ട് നടക്കുന്നു. പട്ടീനെയും കൊണ്ട് കൊടുത്താൽ വീട് കാവലാവും. പക്ഷേ ആടിനെയും കൊണ്ട് നടന്നാൽ അതിലും വളരെ മെച്ചമാണ്, വരുമാനമാണ്. പാല് കുടിക്കാം. അത് മൾബറി തിന്നാനാണ് പോകുന്നത്. അവൾ പറയുന്നതേ ഈ കർക്കിടക മാസത്തിൽ കുറച്ച് ന്യൂട്രിയൻസ് ആണ് ഈ മൾബറി. മൾബറി ഈസ് എ പ്ലാന്റ് പ്രോട്ടീൻ. അതിൻ്റെ കൂമ്പ് കറി വെച്ച് കഴിക്കൂ എല്ലാവരും. എന്നിട്ടൊന്ന് അഭിപ്രായം പറയൂ. വെരി ടേസ്റ്റി. ഞാനും ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. അവൾ പറയുന്നത് ഈ പുല്ലും പ്ലാവിലയും മാത്രം ന്യൂട്രിയൻസും കൂടെ വേണം, പിന്നെ ലേഹ്യവും ഒക്കെ തരുന്നുണ്ട്. എന്നാലും കൂടെ കുറച്ച് ന്യൂട്രിയൻസ് ഇലകളാണ്. പുളിയില. ഈ ഗർഭിണിയായിരിക്കുമ്പം പുളിയിലയോട് ഭയങ്കര താല്പര്യമാണ്. പുളിമാങ്ങയല്ല, പുളിയിലയാണ് തിന്നുന്നത്. എന്താണിടാ നിൻ്റെ പേര്? എന്താണിടാ നിൻ്റെ പേര്? അയ്യോ വേണ്ട, അവൻ ആക്രമണകാരിയാ. പോടാ അവിടെ നിന്നാക്കി ഇങ്ങനെ പറയുന്നത്. നീ ആരടാ എൻ്റെ അമ്മയുടെ നേരെ കുരയ്ക്കാൻ? കുട്ടികൾ സ്കൂളിൽ പോകുന്നു. അങ്ങനെ കിങ്ങിണിക്ക് സ്കൂളിൽ പോണോ? ഏയ് കിങ്ങിണി മാറി നിൽക്കണേ, വഴി ബ്ലോക്കാണ്ട്. കണ്ടോ വഴി ബ്ലോക്കാക്കുന്നു. അപ്പം വഴിയൊന്നും ബ്ലോക്കാകാൻ പാടില്ല കേട്ടാ. കുട്ടികൾക്ക് അമ്മ ടാറ്റ പറഞ്ഞു വിടുന്നത് കണ്ടോ? നീ സ്കൂളിൽ പോവാന്ന് കരുതിയാൽ മതി കേട്ടാ. പോക്കിരി പോക്കിരി വാല. കിങ്ങിണി കിങ്ങിണി ഈസ് ഗോയിങ് ടു ഹർ ലോൺ സ്കൂൾ. അപ്പം മോർണിംഗ് ടൈമാണ്, സ്കൂൾ ടൈമാണ്. ഇവിടെ ആ ടൈമിൽ പുറത്തിറക്കിയാൽ ചിലപ്പം വല്ല കുട്ടികളുടെ വാഹനങ്ങളൊക്കെ ഇവളും പറഞ്ഞാലോ എനിക്കും സ്കൂളിൽ പോകണം, എന്നെയും കയറ്റൂ എന്ന് പറഞ്ഞാലോ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതാ, ഒരു വലിയ പോത്ത് ഓടി ട്രെയിനിൽ കയറുന്നത്. ഇവൾ ആൾ മോശക്കാരിയൊന്നുമല്ല, ഇവൾക്ക് താന്തോന്നിത്തരം കുറച്ച് കൂടുതലാണ്. അവളെ വീട്ടിലാക്കി അവൾ പറയും എന്നെ നേരം വെളുക്കുമ്പോഴേ പുറത്തു വിടൂ. പുറത്തു കൊണ്ടുപോയി കെട്ടിയാൽ അവൾക്ക് ഇഷ്ടമുള്ള സ്ഥലമാണേ ഓക്കെ, അതർവൈസ് ഷീ വിൽ മേക്ക് പ്രോബ്ലം ടു നൈബേഴ്സ് ആൻഡ് നോയ്സ് പൊല്യൂഷൻ. സോ ഐ ഓൾവേസ് choose her choice of place also I also will choose, so no problem. അങ്ങനെ കിങ്ങിണി പുറനാട്ടുകര ഗ്രാമത്തിൽ വളരുകയാണ്. എല്ലാവരും ചോദിച്ചു ഇതിനെ വളർത്താൻ ബോറടിക്കില്ലെന്ന്. ഇതിങ്ങനെ വരാൻ കാരണം ഞാൻ റിട്ടയർഡ് ആയിക്കഴിഞ്ഞ് എൻ്റെ ചൈൽഡ്ഹുഡിലേക്ക് നടന്നതാണ്. ചൈൽഡ്ഹുഡ് ഈസ് എ വെരി മെമ്മറബിൾ time, so I now remembering and adopting the childhood work and memories. That is very interesting. It is helpful for time pass in retirement period and at the same time money gaining also. Deepak telling what is the profit of looking after the kingani goat, but he don't know. But my grandson Vihan is very interested in taking care of the kingani. When he comes to my Amma's house, he first going to see kingani and giving some fruits and all. And the rain is coming, warning is coming. When പ്രകൃതി പറയുന്നത് അവളെ പുറത്തിറക്കണ്ട, ഷീസ് എ പ്രഗ്നൻറ്റ് ലേഡി. ഇഫ് യു ആർ കീപ്പിംഗ് ഹർ ഔട്ട്സൈഡ് ഐ വിൽ കം വിഗറസ്ലി ആൻഡ് ഇൻ അലാമിക് വേ. ലെറ്റ് ഹർ ടു സ്റ്റേ ഇൻ ദ
square mattress itself. But she likes to coming out. But she is also willing to all the adjustment of the house. And she is a courageous goat. If she is alone, she will quit potticles and coming to the house directly. She will not eat kapailas, or she will not hit or cross any vehicles at the time she is alone. But if Amma is with me, I will do all malpractice. I will eat kapailas, I will cross the autos and vehicles, and I will not disturb or kuttals no children or publics. That's I am a very decent goat, and I am profitable to my mama's house. I am not making any bad smell or anything. I am very neat and decent. So if any retired hands can follow this, it's a very good entertainment activities for you. So rain angry with me, so I am going. Why the rain is like that? She is telling, don't go. Rain will go within few minutes. We can continue our eatings. Anyway, okay. Rain, go away. Come again another day. Little Johnny wants to play. Rain, go away. കവാലാണ്ട പോകുന്നു. അതുപോലെ ഞാൻ പറഞ്ഞുകൊണ്ട് റെയിൻ മാറിപ്പോകുന്നുണ്ട്. എനിവേ, ഇന്ന് മോർണിംഗ് വ്ളോഗ് ഇവളെ കൊണ്ടാകട്ടെ. അറ്റ് ദ സെയിം ടൈം two lady ducks are quack. അമ്മേനെ വിളിക്കുന്നതാണ്. കമോൺ എന്ന് പറയുന്നതാണ്. അമ്മ കമോൺ. അമ്മേനെ വിളിക്കുന്ന കൂടെ കളിക്കാൻ ചെല്ലാൻ. കണ്ടാ? അയ്യോ മൈ ഗോഡ്, പകലോ? എന്റെ മൈ ഗോഡ്, അപ്പം കുറുക്കനുണ്ടല്ലേ കോഴിന്? അല്ല, അപ്പം ഞാൻ അഴിച്ചു വിടുമ്പം താറാവിനെയും കോഴിനെയും വെരി കെയർഫുൾ ആകണമല്ലോ. ദൈവമേ, അവർ ഒറ്റയ്ക്കാവുന്നതുകൊണ്ട് സാരമില്ല. മണ്ണൂത്തി പോയി ഒരു കുഞ്ഞിനെയും കൂടെ മേടിച്ചിട്ട് ഇച്ചിരി കെയർഫുൾ ആയാൽ മതി. മഴ ശരിയാ, അഴിച്ചു വിടണ്ട. അയ്യോ പാവം. എനിവേ, അവൾ തിന്നട്ടെ. മഴയൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നു. പോ മഴേ. ഞാൻ സാരമില്ല, എൻ്റെ വീട്ടിൽ വരുന്ന. അയ്യോ, ഞാൻ വേണേ പൂവനെ കുറച്ച് ദിവസത്തേക്ക് കരച്ചിൽ മാറ്റാൻ കൊണ്ടുതരാം. അപ്പം മറ്റവള് ബഹളം വെക്കുമായിരിക്കും അല്ലേ? നോക്കട്ടെ. അയ്യോ പാവം, അതിൻ്റെ കൂട്ടാളിനെ ആ ചേച്ചിയുടെ മുമ്പിൽ നിന്ന് കുറുക്കം പിടിച്ചെന്ന്. അവർ രണ്ടുപേരും ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആൾക്കാരായിരുന്നു ഈ പ്രദേശത്ത്. നോയ്സിയാണ് എങ്കിൽ കൂടെ ഒരു നല്ല കപ്പിളല്ല കേട്ടോ, രണ്ട് പെടകളായിരുന്നു. അവരും ഒരു റിട്ടയർമെൻറ്റ് ലൈഫിൽ എൻജോയ് ചെയ്യുമായിരുന്നു. അത് അവർക്കൊരു ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. പക്ഷേ അപ്പം ഈ കുറുക്കൻ കള്ളക്കാബാലി കുറുക്കൻസിനെ പട്ടി കുറുക്കനാണോ പട്ടിയാണോ എന്നുള്ള കാര്യം സംശയിക്കണം. കുറുക്കൻ എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. പുള്ളിയൊക്കെ പണ്ടത്തെ കർഷകരൊക്കെ അവർക്കപ്പം കുറുക്കനും പട്ടിയൊക്കെ തിരിച്ചറിയാം. പക്ഷേ എനിക്കാണെങ്കിൽ അതൊന്നും തിരിച്ചറിയത്തില്ല. എനിവേ, വളരെ സങ്കടകരമായൊരു കാര്യമാണ് അതിൻ്റെ കരച്ചിൽ കേട്ടോ. അതിൻ്റെ കൂട്ടുകാരി പോയത് കൊണ്ടാണ് അത് കരയുന്നത്. കിങ്ങിണി, നമുക്ക് വീട്ടിൽ പോകാം. പ്രകൃതി നമ്മളോട് ദേഷ്യപ്പെട്ടിരിക്കുന്നു. കിങ്ങിണി, പ്രകൃതി പറയുന്നത് പുറത്തിറങ്ങാൻ പാടില്ല എന്നാ. മഴ അങ്ങനെ ആയാലെങ്ങനെയാ കിങ്ങിണി? എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. പ്രകൃതി പറയുന്നത് നമ്മൾ അനുസരിക്കണം. പ്രകൃതിയാണ് നമ്മളുടെ ദൈവം. സോ വി ക്യാൻ ഗോ ബാക്ക് ടു ഹോം. ഓക്കെ.